Hi viewers, welcome to Bosco Campus Vision. This is Nancy, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is my third lecture of digital marketing. In this lecture, we are discussing about what is traditional marketing, what is digital marketing, and what are the differences between traditional marketing and digital marketing. Then going to what is traditional marketing. Traditional marketing is a form of marketing in which we target our audience through physical forms like newspaper ads, TV ads, radio ads, pamphlets, magazine ads, banners and more. ഫിസിക്കൽ ഫോംസായ ന്യൂസ് പേപ്പർ ആഡ്സ്, TV അല്ലെങ്കിൽ റേഡിയോ ആഡ്സ് തുടങ്ങിയ മീഡിയ ഉപയോഗിച്ച് ഒരു പ്രത്യേക ടാർഗറ്റഡ് ഓഡിയൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നടത്തുന്ന മാർക്കറ്റിങ്ങിനെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓൾസോ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഈസ് എ കൺവെൻഷണൽ മെത്തേഡ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഈസ് വെരി എക്സ്പെൻസീവ്. കാരണം ന്യൂസ് പേപ്പറിന് സ്പേസ് കൺസ്യൂം ചെയ്യുന്നതിനാണ് കോസ്റ്റ് കണക്കാക്കുന്നത്. എന്നാൽ TVയോ റേഡിയോയിലാണെങ്കിലോ ടൈം ഡ്യൂറേഷൻ അനുസരിച്ചായിരിക്കും കോസ്റ്റ് കണക്കാക്കുന്നത്. സോ ദീസ് ആർ ദ മീഡിയാസ് ആർ വെരി എക്സ്പെൻസീവ്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ കസ്റ്റമേഴ്സായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഇല്ല. ഇവിടെ ആഡ് കൊടുക്കുമ്പോൾ അത് കണ്ട് ഇൻട്രസ്റ്റ് ആകുന്ന ആളുകൾ പ്രോഡക്റ്റോ സർവീസോ യൂസ് ചെയ്യുന്ന ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് വേ എന്ന് പറയുന്നത്. സോ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഈസ് എ ഫോം ഓഫ് മാർക്കറ്റിംഗ് ഇൻ വിച്ച് വി ടാർഗറ്റ് അവർ ഓഡിയൻസ് ത്രൂ ഫിസിക്കൽ ഫോംസ് ലൈക്ക് ന്യൂസ് പേപ്പർ ആഡ്സ്, TV ആഡ്സ്, റേഡിയോ ആഡ്സ്, പാംപ്ലെറ്റ്സ്, മാഗസീൻസ് and banners. Then going to what is digital marketing. I am already explained about digital marketing in my previous lectures. Digital marketing is the online marketing of products or services over the internet using digital technologies such as mobile phones and any other digital medium. ഡിജിറ്റൽ മീഡിയയുടെ സഹായത്തോടെ പ്രോഡക്റ്റോ സർവീസോ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹാസ് വൈഡർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബിസിനസ് ഗ്രോത്ത്. ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വളരെ വലിയ സാധ്യതകളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുറന്നു നൽകുന്നത്. Example of digital marketing services are YouTube videos, banner advertisement, etc. The world has transitioned into a digital environment. Digital marketing is essential for today's business. Also, it is a process of marketing a product or services through internet. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നും എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗും എന്നുള്ളതാണ്. Then going to the main topic, what are the differences between traditional marketing and digital marketing? First one, communication is unidirectional in traditional marketing, which means an organization communicates about its services with its audiences. അതായത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ കമ്മ്യൂണിക്കേഷൻ യൂണിഡയറക്ഷണൽ ആയിരിക്കും. കാരണം ഒരു ഓർഗനൈസേഷൻ അവരുടെ സർവീസിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഓഡിയൻസിനോടും ആയിരിക്കും. ബട്ട് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഈസ് ബൈഡയറക്ഷണൽ as businesses can communicate with customers and customers can ask queries or make suggestions to businesses as well. അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബൈഡയറക്ഷണലായിരിക്കും. കാരണം ഒരു കമ്പനി അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ കസ്റ്റമേഴ്സിന്
ക്വസ്റ്റ്യൻസോ സജഷൻസോ എന്തായിരിക്കും തിരിച്ച് ചോദിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ എന്ന് പറയുവാൻ കാരണം. അപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ യൂണിഡയറക്ഷണലായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണലായിരിക്കും. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഇൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂണിഡയറക്ഷണൽ, ബട്ട് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഈസ് bidirectional. Next, going to the second difference. Medium of communication in traditional marketing is generally phone calls, ads and letters. But in digital marketing, medium of communication is more powerful and involves social media, websites, chats, applications and email. അതായത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്ത് വഴിയൊക്കെ ആയിരിക്കും? ഒന്നുകിൽ ഫോൺ കോൾസ് വഴിയോ അല്ലാതുള്ളെങ്കിൽ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് വഴിയോ ലെറ്റേഴ്സ് വഴിയോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലായിക്കോട്ടെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സ് വഴി, അല്ലെങ്കിൽ ചാറ്റ്സ് വഴി, അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിലിംഗ് വഴിയോ ആയിരിക്കും. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണെങ്കിൽ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിരിക്കും. Then going to the third difference. Campaign in traditional marketing takes more time as designing, preparing and launching are involved. But in digital marketing, campaigns can be developed quite rapidly and with digital tools. Channelizing digital marketing campaign is earlier. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടി നടത്തപ്പെടുന്ന ആക്ടിവിറ്റിയാണ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യുന്നതിനും ഡിസൈൻ ചെയ്യുന്നതിനും ലോഞ്ച് ചെയ്യുന്നതിനും ധാരാളം സമയം ആവശ്യമാണ്. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിച്ചായിരിക്കും ക്യാമ്പയിൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ടൈം കൺസ്യൂമിങ് അല്ല, അതോടൊപ്പം ഈസിയറുമാണ്. ദാറ്റ് മീൻസ് ഇൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇറ്റ് ടേക്സ് മോർ ടൈം, ബട്ട് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇറ്റ് ടേക്സ് ലെസ് ടൈം. Then going to the fourth difference. In traditional marketing, it is best for reaching local audience, but in digital marketing it is very effective for reaching global audience. അതായത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ലോക്കൽ ഓഡിയൻസിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുന്നു. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലായിക്കോട്ടെ ഗ്ലോബൽ ഓഡിയൻസിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നു. ഇവിടെ റീച്ചബിലിറ്റി വലുതാണ്. കാരണം ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ലോക്കൽ ഏരിയ ബേസ് ചെയ്തായിരിക്കും. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലായിക്കോട്ടെ വേൾഡ് വൈഡ് ആയിരിക്കും. Then going to the last difference. In traditional marketing, it is almost impossible to measure the effectiveness of a campaign. But in digital marketing, lets you measure the effectiveness of a digital marketing campaign through analytics. അതായത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ സാധിക്കും. എന്ത് വഴി? ഒരു അനലറ്റിക്കൽ ടൂൾസ് വഴി. ദാറ്റ് മീൻസ് എ വെബ്സൈറ്റ്, ബ്ലോഗ്, സോഷ്യൽ മീഡിയ ചാനൽസ് എക്സെട്ര. These are the main differences of traditional marketing versus digital marketing. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂണിഡയറക്ഷണൽ, ബട്ട് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഈസ് ബൈഡയറക്ഷണൽ.
Medium of communication in traditional marketing is generally phone calls, advertisements, and letters. But in digital marketing, medium of communication is more powerful and involves social media, websites, chats, applications, and email. Third one, campaign in traditional marketing takes more time as designing, preparing, and launching are involved. In digital marketing, campaigns can be developed quite rapidly and with digital tools. Channelizing digital marketing campaigns is easier. Next one, in traditional marketing, it is best for reaching local audience, but in digital marketing, it is very effective for reaching global audience. Then the last difference is, in traditional marketing, it is almost impossible to measure the effectiveness of a traditional marketing campaign. But in digital marketing, lets you measure the effectiveness of a digital marketing campaign through analytics. അപ്പം ഇതുവരെ പഠിച്ചത് എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്തൊക്കെയാണ് ഡിഫറൻസ്, ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിലേക്കുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് ഇതുവരെ നോക്കിയത്. ഈ തന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ചെയ്ത ശേഷം വാട്സപ്പ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നേരത്തെ ലെക്ചേഴ്സിൻ്റെ അകത്ത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പം ഈ 2 ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ചെയ്ത ശേഷം വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.